ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. നമ്മുടെ എക്സാം ഇതാ അടുത്തെത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ തകൃതിയായിട്ട് പഠിക്കുന്ന സമയമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് സമയം അതിനുള്ളിൽ മാക്സിമം പഠിക്കണമെന്നുള്ള അതിനുള്ള ഏറ്റവും സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട് എന്ന് പറയുന്ന ഭൗമരഹസ്യങ്ങൾ തേടി എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ ചാപ്റ്ററിന് 10 മാർക്ക് ഉറപ്പിക്കാവുന്ന ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓണപ്പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഇന്ന് ഈ ഒരൊറ്റ സെഷനോട് കൂടെ, ഈ ഒരൊറ്റ ചെറിയ വീഡിയോയോട് കൂടെ തന്നെ നിങ്ങൾക്ക് ഇത് അങ്ങോട്ട് സെറ്റ് ആവണം. റെഡിയാണ്? ഓക്കെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് ഏകദേശം ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇവിടുന്ന് പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ചോദ്യം ഉണ്ടായിരിക്കും. ചോദ്യം ഇതാണ്: വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോർമേഷൻ ഓഫ് ദ സോയിൽ? മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാ? മണ്ണ് നമുക്കറിയാം, 1-2 വർഷം കൊണ്ടൊന്നുമല്ല മണ്ണ് ഉണ്ടാവുന്നത്, ഒരുപാട് വർഷങ്ങൾ കൊണ്ടാണ് മണ്ണ് ഉണ്ടാവുന്നത്. ഈ മണ്ണ് രൂപീകരിക്കാൻ അല്ലെങ്കിൽ മണ്ണ് ക്രിയേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഫാക്ടേഴ്സുകളാണ് വേണ്ടതെന്നുള്ള അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് പോയിന്റ് കാലാവസ്ഥയാണ്, ക്ലൈമറ്റ് ആണ്. കാലാവസ്ഥ നമുക്ക് ഡീറ്റെയിൽ പറയാം കേട്ടോ. അതേസമയം രണ്ടാമത്താണ് ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി, വലിയ മലകളാണോ, പരന്ന സ്ഥലമാണോ. മൂന്നാമത്താണ് പാരൻ റോക്ക് അഥവാ മാതൃശില, ഏത് കല്ലിൽ നിന്നാണ് ആ മണ്ണ് രൂപീകരിക്കുന്നത്. മാത്രമല്ല 4ാമത്തെ പോയിന്റ് ആണ് ടൈം, സമയം എന്ന് പറയും. 5ാമത്തതാണ് സസ്യങ്ങളും ജന്തുജാലങ്ങളും, ഓർഗാനിസം. അപ്പൊ ഈ 5 പോയിന്റുകളാണ് ഉള്ളത്. പക്ഷെ പരീക്ഷയ്ക്ക് ഞാൻ നിങ്ങളോട് എത്ര പറഞ്ഞത്? 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ 4 പോയിന്റുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ചോദ്യം എന്തായിരിക്കും? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ സോയിൽ ഫോർമേഷൻ? മണ്ണ് രൂപീകരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇതിന് ഓരോന്നിന്റെയും ഡീറ്റെയിൽ ഒന്ന് പഠിച്ചു നോക്കാം. ഫസ്റ്റ് കാലാവസ്ഥ. ക്ലൈമറ്റ് എന്ന് പറയുന്ന സമയത്ത് നല്ല തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കാലാവസ്ഥ നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ മണ്ണ് സാവധാനമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നല്ല ചൂടുള്ള സ്ഥലത്തോ മണ്ണ് പെട്ടെന്ന് ഉണ്ടാവും. അത് തന്നെ പറഞ്ഞത് സോയിൽ ഫോർമേഷൻ വിൽ ബി സ്ലോ ഇൻ ദ കോൾഡർ എൻവറോൺമെന്റ്. നല്ല തണുത്ത സ്ഥലങ്ങളിൽ, കോൾഡർ ആയിട്ടുള്ള എൻവറോൺമെന്റിൽ മണ്ണിന്റെ രൂപീകരണം വളരെ സാവധാനത്തിലായിരിക്കും. സെക്കൻഡ്, അത്ര മതി, നമ്മൾ വലിയ ഡീറ്റെയിൽ ഒന്നും വേണ്ട, അത്ര നമ്മൾ ചെറുതാക്കിയിട്ട് എന്താന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. രണ്ടാമത്താണ് ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി എന്ന് പറയുന്നത്. സോയിൽ വിൽ ബി തിൻ അലോങ് ദ സ്റ്റീപ്സ് ഓഫ്, ചെങ്കുത്തായ നല്ല ചെരിഞ്ഞ സ്ഥലങ്ങളായിരിക്കാം. ഈ ചെരിഞ്ഞ സ്ഥലത്ത് മണ്ണിന് കട്ടി കുറവായിരിക്കും. കാരണം എന്താണ്? ഈ നല്ല ചെരിഞ്ഞ സ്ഥലമാണ്, ഈ മണ്ണൊക്കെ താഴോട്ട് പിന്നെ ഒലിച്ചു പോയിട്ടുണ്ടാവും അവിടെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ചെങ്കുത്തായ കുത്തനെയുള്ള സ്റ്റീപ്പ് സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ മണ്ണിന്റെ കട്ടി എന്തായിരിക്കും? കുറവായിരിക്കും. എന്നാൽ 3ാമത്തെ പോയിന്റ് എന്താണ്? പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആണ്, സസ്യങ്ങളും ജന്തുജാലങ്ങളുമാണ്. ഈ സസ്യങ്ങളുടെ ജന്തുജാലം, ദ ആസിഡ് ഫോർമഡ് ആസ് എ റിസൾട്ട് ഓഫ് ഡിക്കേയിങ് ഓഫ് ദ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് കോസസ് ദ വെതറിംഗ് ഓഫ് റോക്സ്. സസ്യങ്ങളും ജന്തുജാലവും അഴുകുന്നതിന്റെ ഫലമായിട്ട്, അവ ചത്തുപോയിട്ടൊക്കെ, അവ മരിച്ചു പോയിട്ടൊക്കെ മണ്ണിൽ കിടന്നിട്ട് അഴുകുക. ഈ അഴുകുന്നതിന്റെ ഫലമായിട്ട് അവിടെ ആസിഡുകൾ ഉണ്ടാവാൻ തുടങ്ങും. അപ്പൊ നമ്മളൊക്കെ മനുഷ്യന് മരിച്ചു പോയ ദൈവം മണ്ണിൽ കിടക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരം ഇല്ലാതാവുന്നത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ്. ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ എന്ത് ചെയ്യും? മണ്ണ് രൂപീകരിക്കാൻ കാരണമാകും. അവിടുത്തെ പാറകളൊക്കെ പൊട്ടി പോകാനൊക്കെ കാരണമാകും. അതേസമയം അടുത്ത പോയിന്റാണ് മാതൃശില, പാരൻ റോക്ക്. ഏത് മാതൃശിലയിൽ നിന്നാണ്, ഏത് പാരൻ റോക്ക് നിന്നാണോ മണ്ണുണ്ടാവുന്നത്, ആ സ്വഭാവം ആ മണ്ണിനുണ്ടായിരിക്കും. ഉദാഹരണത്തിന്, ദ മിനറൽസ് ഓൺ ദ സോയിൽ സ്ട്രക്ചർ ദ സോയിൽ ഡിപ്പെൻഡ്സ് ദ റോക്ക് ഫ്രം ദ വിച്ച് ഈസ് ഫോംഡ്. മണ്ണിലെ ധാതുക്കളും മണ്ണിന്റെ ഘടനയും അവ ഏത് ശിലയിൽ നിന്ന് രൂപീകരിക്കുന്നു എന്ന് കാരണം. നല്ല കരിങ്കല്ലിൽ നിന്നുണ്ടാവുന്ന മണ്ണാണെന്നുണ്ടെങ്കിൽ നല്ല ഉറപ്പുള്ള മണ്ണായിരിക്കും. അതേസമയം ചെങ്കല്ല് പോലെയുള്ള കട്ടി കുറഞ്ഞ കല്ലുകളിൽ നിന്നുണ്ടാവുന്ന മണ്ണാണെങ്കിൽ ഉറപ്പ് കുറഞ്ഞിട്ടുള്ള മണ്ണായിരിക്കും. അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ ഒരു ചുവപ്പ് കളറുള്ള പാറയാണ് വിചാരിക്കും. ചുവപ്പ് കളറുള്ള പാറ പൊടിഞ്ഞിട്ടുണ്ടാവുന്ന ആ മണ്ണ് ഏത് കളറിലായിരിക്കും? അപ്പോൾ ചുവപ്പ് കളറിലായിരിക്കും. അതേസമയം ഒരു ഗ്രീനിഷ് കളർ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറുള്ള പാറയാണ്. ഈ യെല്ലോ കളറുള്ള പാറ പൊടിഞ്ഞിട്ടുണ്ടാവുന്ന മണ്ണ് ഏത് കളറിലാണ്? യെല്ലോ കളറിലായിരിക്കും ഉണ്ടാവുക. കാരണം അത് ഏതിൽ നിന്ന് വരുന്നു? അതാണ് മാതൃശില, പാരൻ റോക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ടൈം, സമയമാണ്. സമയത്തിനനുസരിച്ച് ദ തിക്നെസ് ആൻഡ് ദ സ്ട്രക്ചർ ഓഫ് സോയിൽ ഡിപ്പെൻഡ്സ് ദ ടൈം ടേക്കൻ ഫോർ ദ ഫോർമേഷൻ. മണ്ണിന്റെ കനവും ഘടനയും, തിക്നെസ് മണ്ണിന്റെ നമ്മൾക്ക് എത്ര കട്ടിയിലുള്ള മണ്ണാണ്, അതുപോലെ തന്നെ അതിന്റെ സ്ട്രക്ചർ, അതെല്ലാം നമ്മളെ കാലത്തിനനുസരിച്ച് ഒരുപാട് കാലം കൊണ്ടുണ്ടായ മണ്ണാണെന്നുണ്ടെങ്കിൽ അത് വളരെ മിനുസമുള്ളതായിട്ടുണ്ടാവും. അതേസമയം പുതിയതായിട്ടുണ്ടായതാണെന്നുണ്ടെങ്കിൽ നല്ല തരിതരികളായിട്ട്. ഇപ്പൊ ഉദാഹരണം നമ്മൾ ചരക്കല്ലുകളൊക്കെ ആലോചിച്ചു, നമ്മുടെയൊക്കെ വീടിന് മുമ്പൊക്കെ ഇടുന്ന ചരക്കല്ലുകളിൽ അതൊക്കെ പെട്ടെന്നുണ്ടായതാ. അതിന് വലിയ മാറ്റം വന്നു. അത് ഒരുപാട് കാലം അവിടെ കിടക്കുന്നതോടുകൂടെ ആ കല്ല് വീണ്ടും പൊടിഞ്ഞ് അത് മണ്ണായിട്ട് അങ്ങോട്ട് മാറും. സോ സമയവും ഇതിനെന്ത് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. സോ എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന 5 ഫാക്ടേഴ്സ് ആണ്. മക്കളൊന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഇത് മാത്രമല്ല, ഇതിന് 4 മാർക്കേ ഉള്ളൂ. എന്നാൽ ഒരു 3 മാർക്കിന്റെ ചോദ്യം ഇവിടെ ഞാൻ തരാം.
യൂസസ് ഓഫ് സോയിൽ, മണ്ണിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെ? ഇത് ഭയങ്കര എളുപ്പമുള്ള ചോദ്യമായി പോയില്ലേ? പക്ഷെ പരീക്ഷയ്ക്ക് ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ചില ചോദ്യങ്ങളുണ്ടല്ലോ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ എഴുതാൻ ചിലപ്പോൾ എന്തെങ്കിലും പെട്ടുപോകും. അതുകൊണ്ട് പക്ഷെ ഇത് എളുപ്പമാണ്, നിങ്ങളൊന്ന് ജസ്റ്റ് കേട്ട് വെച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മണ്ണിന്റെ ഉപയോഗം ഒന്നാമത്തത്, നമ്മുടെ വീടൊക്കെ നിർമ്മിക്കാൻ, കൺസ്ട്രക്ഷൻ പ്രവർത്തനങ്ങൾക്ക്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മണ്ണ് ഉപയോഗിക്കും. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസ്, കാർഷിക ആവശ്യം. കൃഷി എന്തായാലും വായുവിൽ ചെയ്യാൻ പറ്റില്ലല്ലോ, അത് എവിടെയാ ചെയ്യാൻ പറ്റുള്ളൂ? മണ്ണിലേ ചെയ്യാൻ പറ്റുള്ളൂ. സോ കൃഷിക്ക് നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്, മണ്ണ് ഉപയോഗിക്കാറുണ്ട്. പോട്രി മേക്കിംഗ്, മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ മണ്ണ് ഉപയോഗിക്കും. മൺപാത്രം എന്തായാലും അലുമിനിയം കൊണ്ട് നിർമ്മിക്കാൻ പറ്റില്ലല്ലോ, അതെന്തുകൊണ്ടാണ് നിർമ്മിക്കാം? മണ്ണ് കൊണ്ടാ. സോ മൺപാത്രങ്ങൾ നിർമ്മിക്കാം. അതുപോലെ തന്നെ യൂസ്ഡ് ഫോർ നാച്ചുറലി ഫിൽറ്ററിംഗ് ആൻഡ് പ്യൂരിഫൈയിങ് ദ വാട്ടർ, ജലശുദ്ധീകരണത്തിന്. നമ്മുടെ മണ്ണ് ഇപ്പൊ നമ്മുടെ ചളിവെള്ളങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭൂമിയിലൂടെ മുകളിലൂടെ ഒലിച്ചു പോകുന്ന ചളിവെള്ളം, അത് നമ്മുടെ കിണറിലേക്ക് എത്തുന്ന സമയത്ത് ചളിവെള്ളമായിട്ടാണ് എത്താറുള്ളത്. അല്ല, അത് അഴുകിയ വെള്ളമായിട്ടൊന്നും എത്തൂല, നല്ല ശുദ്ധമായ ജലമായിട്ട്. ഈ ശുദ്ധമായ ജലമാക്കിയിട്ട് മാറ്റുന്ന ആരോ? മണ്ണൊരു അരിപ്പ പോലെയാടാ. മണ്ണൊരു അരിപ്പ പോലെ ഈ വെള്ളത്തിൽ നിന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അതിലെ ചളികളും വേസ്റ്റുകളും എല്ലാം ഒഴിവാക്കിയിട്ട് നല്ല ശുദ്ധജലം നമുക്ക് തരുന്നത് മണ്ണാ. ആ മണ്ണ് കൊണ്ട് ഉപയോഗങ്ങളുണ്ടോ? പരീക്ഷയ്ക്ക് 3 മാർക്കിന്റെ ചോദ്യമായിട്ട് വരാനുള്ളതാണ്. എന്താ ചോദ്യം? എന്താണ്? വാട്ട് ആർ ദ യൂസസ് ഓഫ് സോയിൽ? മണ്ണിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. എന്നാൽ അടുത്തതായിട്ട് 3 മാർക്കിന്റെ ചോദ്യം വരുന്നതാണ്, ഹൗ വി ഷുഡ് ബി കൺസേർവ് ദ സോയിൽ. മണ്ണ് എങ്ങനെ സംരക്ഷിക്കാം? നമ്മൾ ഈ മണ്ണിനെ എങ്ങനെയൊക്കെയാണ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുക? മണ്ണിനെ സംരക്ഷിക്കുന്നത് ഒന്നാമത്താണ് ചെക്ക് ഡീഫോറസ്റ്റേഷൻ, വന നശീകരണം തടയാം. കാടുകൾ ഇല്ലാതാക്കുന്ന സമയത്ത് മണ്ണുകളൊക്കെ ഒലിച്ചു പോകും. കാരണം കാട്ടിലെ ഈ മരങ്ങളാണ് മണ്ണിനെ പിടിച്ചു നിർത്തുക. ഈ മണ്ണ് ഒലിച്ചു പോയാൽ നമുക്ക് കിട്ടുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ണ് ഒലിച്ചു പോകുന്നത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ കാടുകൾ നശിപ്പിക്കുന്നത്, ഡീഫോറസ്റ്റേഷനെ സ്റ്റോപ്പ് ചെയ്യണം, വനനശീകരണത്തെ തടയുക. അത് മണ്ണിനെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ക്രോപ്പ് റൊട്ടേഷൻ, വിള പരിവൃത്തി. ക്രോപ്പ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വിള പരിവൃത്തി. എന്താ ഈ വിള പരിവൃത്തി? വിളകൾ മാറ്റിക്കൊണ്ടേയിരിക്കാം. കൃഷി ചെയ്യുന്ന വിളകൾ എന്ത് ചെയ്യുക? മാറ്റിക്കൊണ്ടേയിരിക്കുക. ഒരേ മണ്ണിന് ഒരേ വസ്തു എല്ലാ കാലവും കൃഷി ചെയ്താൽ ആ മണ്ണിലെ ഫലഭൂവിഷ്ടി ഇല്ലാതാവുകയുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളകൾ എന്ത് ചെയ്യുക? മാറ്റി കൃഷി ചെയ്യുക. മാത്രമല്ല അടുത്താണ് ടെറസ് ഫാമിംഗ് അലോങ് ദ ഹിൽ സ്റ്റോപ്സ്, മലഞ്ചെരുവുകളിൽ തട്ടുകളാക്കിയിട്ട് കൃഷി ചെയ്യാം. വലിയ മലകളൊക്കെ ഉണ്ടാവില്ല, അവിടെ സ്റ്റെപ്പുകളാക്കിയിട്ട് കൃഷി ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് ടെറസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ, അഥവാ തട്ട് കൃഷികളാക്കുക. മാത്രമല്ല കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാം, തടയണകൾ നിർമ്മിക്കാം. മണ്ണൊലിപ്പ് നിർത്താൻ വേണ്ടിയിട്ട് തടയണകൾ എന്ത് ചെയ്യുക? ഇടയ്ക്കിടയ്ക്ക് തടയണകളൊക്കെ നിർമ്മിച്ചു കൊടുക്കുക, ചെക്ക് ഡാംസുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? മണ്ണിനെ തടയാം. ഇത് പരീക്ഷയ്ക്ക് 3 മാർക്കിന് വരുന്ന ചോദ്യമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? 3 മാർക്കിന് 2 ചോദ്യവും 4 മാർക്കിന് 1 ചോദ്യവും പഠിച്ചു. അങ്ങനെ 10 മാർക്കാണ് ഈ ഒരു ചെറിയ വീഡിയോയുടെ ഉള്ളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. സോ മക്കളെ, ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, മണ്ണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്കും ജീവിതത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മനസ്സിലായില്ലോടാ? അടിപൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതുപോലത്തെ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലത്തേക്ക് ടാറ്റാ, ബൈ.